മൂവാറ്റുപുഴയിൽ നിന്നൊരു അപകടത്തിന്റെ വാർത്ത എത്തുകയാണ്. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിൽ വാഹനാപകടം സംഭവിച്ചിരിക്കുന്നു. പാർക്ക് ചെയ്തിരുന്ന കാറിന് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. വിവരങ്ങളുമായി അമൽനാഥ് നമ്മളോടൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. അമൽ, രാവിലെ ഒരു അപകടത്തിന്റെ വാർത്തയാണ്. അമൽ, നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അമൽ സംഭവിച്ചത്? എപ്പോഴാണ് അപകടം ഉണ്ടായത്? മനു, ഇന്നലെ രാത്രി ഏകദേശം 11:30 ഈ അപകടമുണ്ടാക്കുന്നത്. മൂവാറ്റുപുഴ കോലഞ്ചേരി റോഡിലാണ് അപകടം. അവിടെ ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ, അതായത് കടാതി ക്ലബ്ബ് ഷവായ എന്ന റെസ്റ്റോറൻറ്റ് മുന്നിൽ ഈ ഒരു വാഗണാർ കാർ അവിടെ ഇടുകയായിരുന്നു. ഈ ഒരു സമയം പുറകിൽ നിന്ന് വന്ന ഈ ഒരു സ്കൂട്ടർ, അതായത് ഈ കോലഞ്ചേരി ഭാഗത്ത് നിന്നും വന്ന ഈ ഒരു സ്കൂട്ടർ ഈ വാഗണാർ കാറിൻ്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ സ്കൂട്ടർ വലിയ സ്പീഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ അതിലെ യാത്രക്കാരൻ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയുടെ പിൻഭാഗത്താണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് ഉണ്ടായത്. അപകട സമയം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഒപ്പം തന്നെ പോലീസ് സംഭവസ്ഥലത്തുണ്ടായിരുന്നു. പോലീസും കൂടി ഉടൻ തന്നെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അവസ്ഥ നിലവിൽ ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ആ വാഗണാർ അത് റോഡിൽ തന്നെയായിരുന്നു, അതായത് റോഡിന് പുറത്തല്ലായിരുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ്. റോഡിന്റെ ഒരു സൈഡിലായി നിർത്തിയിട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണവുമായിരിക്കുന്നത്. ഈ സ്കൂട്ടർ യാത്രക്കാരൻ വളരെ സ്പീഡിൽ വരികയും ഒരുപക്ഷെ ഒറ്റനോട്ടത്തിൽ ആ കാർ റോഡിൽ നിർത്തിയിരുന്ന ആ കാർ കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് അപകടത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. മനോ, ശരി അമൽ, ഏതായാലും ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കാണിക്കാം. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ആ ദൃശ്യങ്ങൾ ഒന്ന് കൊടുക്കും, ഒന്നുകൂടി കാണട്ടെ. കാരണം വെച്ചാൽ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്. അതിന്റെ പുറകിലേക്ക് അമിത വേഗതയിൽ വന്ന് സ്കൂട്ടർ ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും വലിയൊരു കാർ അവിടെ കിടന്നിട്ട് ആ സ്കൂട്ടർകാരന് അത് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാളുടെ ശ്രദ്ധ എവിടെയായിരിക്കും, എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷേ നിർത്തിയിട്ടിരുന്ന കാറിൽ പുറകിൽ പോയി ഇത്രയും വേഗത്തിൽ വന്ന് ഇടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരല്പം അസ്വാഭാവികതയുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ വ്യക്തമായി കാണാം. CCTV ഫുട്ടേജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ വേഗത്തിൽ സുഖം പ്രാപിച്ചു വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം.